ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് എനിക്കിന്നുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ചേഞ്ചസോ വരുത്താനുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ചേഞ്ച് വരുത്താൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മോൻ ജനിക്കുന്ന സമയത്ത് നമ്മൾ ആ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി. അതായത് എൻ്റെ ഒഫീഷ്യൽ പേരിന് പകരം എൻ്റെയും എൻ്റെ അതായത് ഇനിഷ്യൽ ഹസ്ബൻഡിൻ്റെ പേര് വരുന്ന രീതിയിൽ ഇപ്പം എൻ്റെ പേര് മീര ഷൈൻ എന്ന് തന്നെ കൊടുത്തു. ഒഫീഷ്യലായിട്ടുള്ള എൻ്റെ പേര് അങ്ങനെയല്ല. എൻ്റെ പേര് മീര രവീന്ദ്രൻ എന്നാണ്. അപ്പോൾ ഒഫീഷ്യൽ നെയിം മീര ഷൈൻ എന്നും പറഞ്ഞിട്ട് കൊടുത്തു. മറ്റെൻ്റെ ഐ ഡി പ്രൂഫും കാര്യങ്ങളും മൊത്തം ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും മൊത്തം എൻ്റെ പേര് അങ്ങനെയല്ല കൊടുത്തപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ പേര് കൂട്ടി അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞ് കൊച്ചിന് ആധാർ എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസും കൂടെ കൊടുത്തു. ഏതായാലും ഫാദറിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതിയെങ്കിൽ പോലും അവർ ആധാർ കാർഡ് നമ്മുടെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അതായത് അമ്മയുടെ ആധാർ കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും കോപ്പിയൊക്കെ ചോദിക്കാറുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും ഡിഫറൻസ് വന്നപ്പോഴത്തേക്കും ചെറിയ പ്രോബ്ലം ക്രിയേറ്റഡ് ആയി. എന്നാലും അത് ഓക്കെ ആക്കി കിട്ടിയെങ്കിലും ഇത് നാളെ പ്രശ്നമാവും നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്തൊന്നും ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഈ അടുത്തിടെ അത് ആ ഒരു കാര്യം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതായത് എൻ്റെ മോൻ ജനിക്കുന്ന 2017 അതിനുശേഷം ഒരു 2 years വരെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങൾ പോയി മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിച്ച് ഇപ്പം പറഞ്ഞു ആൾ നേരിട്ട് വന്ന് വേറെ കുറേ ഡോക്യുമെൻറ്റ്സും ഒക്കെ ആയിട്ട് വന്ന് ചേഞ്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഓൺലൈൻ ഇല്ലായിരുന്നു. അപ്പം കുഞ്ഞ് ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലായതുകൊണ്ട് നമ്മൾ അവിടെ പോയി ഇവിടുന്ന് പോയി ചെയ്യാമെന്നൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു. എന്തായാലും കൊച്ചിനെ ചേർക്കുന്ന കാര്യത്തിലൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈയിടെ ഞാൻ അക്ഷയ പോയി തിരക്കിയപ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും അതായത് പേരിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അമ്മയുടെ പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ പേര് മാറ്റാൻ വേറൊരാളുടെ പേര് ചേർക്കാമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന പേരിനകത്ത് ഇനീഷ്യൽ സംബന്ധമായിട്ടോ എന്തെങ്കിലും സ്പെല്ലിംഗ് സംബന്ധമായിട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അതായത് കുട്ടിയുടെ അമ്മയുടെ പേരിലാണ് ഇനീഷ്യലിൽ മിസ്റ്റേക്ക് വന്നതുകൊണ്ട് അമ്മയുടെ SSLC ബുക്കിൻ്റെ കോപ്പി, കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അമ്മയുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായിട്ട് അക്ഷയ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അക്ഷയയിലോ ജനസേവയിലോ ചെന്ന് കഴിഞ്ഞാൽ ഒരു K-സ്മാർട്ട് വഴി അതിന് വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തു തരും. 2 ദിവസത്തിനകം ഓക്കെ ആകും. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് കുട്ടിയുടെ മാതാപിതാക്കളുടെ പേരിനകത്തുണ്ടാകുന്ന ഇനീഷ്യലായിട്ടോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ എന്തെങ്കിലും തിരുത്തലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ആധാർ കാർഡിൻ്റെ കോപ്പി അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ SSLC ബുക്കിൻ്റെ കോപ്പി, കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയായിട്ട് അക്ഷയ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസത്തിനകം അവർ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ആക്കി അപ്ലോഡ് ആകും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കാം. ഞാനിന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.